നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷെർലി ജോൺ ബൈജു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ ഭർത്താവ് ജനുവരി വരെ ഓട്ടമായിരുന്നു ഓട്ടിച്ചുകൊണ്ടിരുന്നത്. കടം കാരണം ഞങ്ങളത് വിറ്റായിരുന്നു. പിന്നെയും വേറെ ജോലിയൊന്നുമില്ലായിരുന്നു. ഏകദേശം ഒരു 2 മാസം വരെ പട്ടിണിയും ദാരിദ്ര്യവും മാത്രമായിരുന്നു ഉള്ളത്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മാസം വരെ ചേട്ടൻ കടലിലേക്ക് ജോലിക്ക് പോയി. നീന്താൻ അറിഞ്ഞൂടായിരുന്നു. എന്നാലും ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞയച്ചു, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലല്ലോ, അപ്പോൾ കടലിൽ പണിയെങ്കിലും ചേട്ടൻ പോകുന്നു. അപ്പോൾ ചേട്ടൻ പോയി. അതിനുശേഷം സെപ്റ്റംബർ 27-ാം തീയതി ഞങ്ങളൊരു വള്ളവും വലയും വാങ്ങിയായിരുന്നു. അത് മൊത്തവും ക്യാഷ് കൊടുത്തിട്ടല്ല, കുടുംബത്തിൽ നിന്ന് തന്നെ. അതിൻ്റെ റേറ്റ് 2,30,000 രൂപയായിരുന്നു. 30,000 രൂപ ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടായിരുന്നു ആ വള്ളവും വലയും എഞ്ചിനും ഒക്കെ വാങ്ങിയത്. അവർ ഞങ്ങൾക്ക് ഒരു എഗ്രിമെൻറ്റ് ഞങ്ങളെ കൊണ്ട് എഴുതിച്ചു. കൃത്യം 1 മാസത്തിനുള്ളിൽ ബാക്കി 2 ലക്ഷം രൂപയും ഞങ്ങൾ നൽകണമെന്ന്. പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല. കൃത്യം 1 മാസമായി. ഒക്ടോബർ 30 ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ആകെ 99,000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അത് കൊടുത്തിട്ട് സാവകാശം ചോദിച്ചിട്ടും അവർ തന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും നവംബർ 30 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആ ബാക്കി 1,01,000 രൂപയും ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ നവംബർ 30-ന് 1,01,000 രൂപ തന്നില്ല എങ്കിൽ ഞങ്ങൾക്ക് തന്ന ഈ വള്ളവും വലയും ഞങ്ങൾ തിരികെ കൊടുത്തിരിക്കണം. അപ്പോൾ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല. അപ്പം ഞാനും സമ്മതിച്ചു, ഈ ക്യാഷ് തന്നില്ല എങ്കിൽ ഞങ്ങളിത് തിരികെ തരാം. എന്നിട്ട് ഞാനിവിടെ ഒക്ടോബർ 23-ാം തീയതി ഇവിടെ ചൊവ്വാഴ്ച ദിവസം ധ്യാനത്തിന് വന്നായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് കരുതിയാണ് വന്നത്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല. അന്നേ ദിവസം ധ്യാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഈ 2 മക്കളെയും കൊണ്ട് വന്നിട്ട് തിരികെ പോയി. നവംബർ 9-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ കടബാധ്യത തീർക്കണമെന്ന് മാത്രമേ 1-ാമത്തെ നിയോഗം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഈ വള്ളവും വലയും എൻ്റെ ഇടപാട് തീർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. എനിക്ക് തുറന്നു തന്ന വാതിലെല്ലാം ഓരോന്നോട്ട് അടയാൻ തുടങ്ങി. പൈസ തരാമെന്ന് പറഞ്ഞവരൊക്കെ സമയമായപ്പോഴത്തേക്കും മാറി. എനിക്ക് വേറെ ഒരു വഴിയില്ലായിരുന്നു. നവംബർ 14-ാം തീയതി മുതൽ ഞാൻ വാട്സപ്പ് വഴി കൃപാസനം ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാൻ തുടങ്ങി. മാതാവേ, എനിക്ക് വേറെ ഒരു ഉപജീവനത്തിനായി എൻ്റെ ഭർത്താവിനോ ഞങ്ങൾക്കോ ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഇത് ഞങ്ങൾ തിരികെ കൊടുക്കേണ്ടി വന്ന ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ വഴിയാണ് ഇതെന്ന് പറഞ്ഞു. ഞാൻ ദിവസവും ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മെസ്സേജ് അയച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസം കുറയും തോറും ഞാനിങ്ങനെ പറയും, മാതാവേ, ഇനി 11 ദിവസം കൂടിയേ ഉള്ളൂ, 10 ദിവസം കൂടിയേ ഉള്ളൂന്ന്. 29-ാം തീയതി 1:30 മണിയായപ്പോഴത്തേക്കും എനിക്കൊരു കോൾ വന്നു. ഞാനതെടുത്ത് ഹലോ വെച്ചപ്പോഴത്തേക്കും തന്നെ എനിക്ക് കേട്ടത് ഇത് ജോൾസിൻ്റെ നമ്പരല്ലേ എന്നാണ്. അപ്പം ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു, ഇത് ജോൾസിൻ്റെ നമ്പരല്ല, റോങ് നമ്പർ. കട്ട് ചെയ്തു. വീണ്ടും കോൾ വന്ന് ഇത് ജോൺ എന്ന് പറയുന്ന ആളുടെ വീടല്ലേ എന്ന് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, ജോൺ അല്ല, ജോൺ ബൈജു ആണ്. അതാരെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, ഇങ്ങനെ കൃപാസനം ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇങ്ങനെ നിയോഗം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഭർത്താവ് കണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് കാര്യം ചോദിക്കാൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ചോദിച്ചത് സഹായിക്കാൻ ആരുമില്ലേന്ന്. ഞാൻ പറഞ്ഞു, സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ വീണ്ടും പറഞ്ഞു, ഒരു അവധി കൂടി ചോദിച്ചൂടെ. ഞാൻ പറഞ്ഞു, ഇനി അവധി ചോദിച്ചാൽ അവർ തരൂല. 30-ാം തീയതി വൈകിട്ട് 5 മണിയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1,01,000 രൂപയും കൊടുക്കുകയും ചെയ്യണം. അതല്ല എങ്കിൽ അവർ തന്ന ഈ വള്ളവും വലയും ഞാൻ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ ബോംബെയിലാണ് ഞാൻ താമസിക്കുന്നത്, എന്നെക്കൊണ്ട് വേറൊന്നും ചെയ്യാനില്ല, പക്ഷേ പലതുള്ളി പെരുവെള്ളമല്ലേ, അതുകൊണ്ട് എന്നാൽ കഴിയുന്നത് ഞാൻ തന്ന് സഹായിക്കാം, അക്കൗണ്ട് നമ്പർ അയച്ചതാ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളുടെ അക്കൗണ്ട് നമ്പറാണ് അയച്ചു കൊടുത്തത്. അതിനുശേഷം വേറെ ഇതൊന്നുമില്ല. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, നീ എനിക്കായി ഒരുക്കി തന്ന വഴിയായിരിക്കാം ഇതെന്ന്. രാത്രി ഒരു 8:30 മണിയായപ്പോഴത്തേക്കും എനിക്ക് വേറൊരു സഹായം കൂടെ കിട്ടി. എനിക്ക് 80,000 രൂപ ഒരാൾ തന്ന് സഹായിച്ച ആൾ എന്നോട് പറഞ്ഞത്, ഒരിക്കലും എൻ്റെ പേരോ അല്ലെങ്കിൽ ഞാൻ തന്ന് സഹായിച്ചെന്നോ ആരോടും പറയരുതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃപാസനത്തിൽ ഞാൻ വന്ന് പറയും, പക്ഷെ ആളാരാണെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. തിരിച്ച് പിറ്റേന്ന് ഉച്ചയ്ക്ക് അതേ 1:30 മണിക്ക് ഈ 10,000 രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആൾ അക്കൗണ്ടിൽ കയറ്റി തന്നു. അങ്ങനെ എൻ്റെ കയ്യിൽ 90,000 രൂപ വന്നെത്തി. അതിനുശേഷം എൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ
വൈകിട്ട് 6 മണിയായപ്പോഴത്തേക്കും ഇടപാട് ക്ലിയർ ചെയ്യാൻ ഒരുങ്ങിയപ്പോഴും ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത എഗ്രിമെൻറ്റ് പേപ്പർ ഞങ്ങൾക്ക് തിരികെ തരൂല എന്ന് പറഞ്ഞു. പൈസ ഞങ്ങൾ കൊടുക്കണം, പക്ഷേ തിരികെ തരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ സൈൻ ചെയ്ത് തന്ന പേപ്പർ ഞങ്ങൾക്ക് തിരിച്ച് തന്നില്ല എങ്കിൽ ഇത് നിങ്ങളെ മുതലായി നാളെ എന്തെങ്കിലും നിങ്ങൾ വന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തിരികെ തരേണ്ടി വരും. അവസാനം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എനിക്ക് ഒരുക്കി തന്നതാണെങ്കിൽ നീ തന്നെ ഇതിൽ ഇടപെടണേന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് 70,000 രൂപ ബാക്കി ഞങ്ങൾ നാളെ പത്രവും കൊണ്ട് വരുമ്പോൾ തന്നാൽ മാത്രം മതി എന്ന്. പിറ്റേന്ന് 31-ാം തീയതി ഡിസംബർ 1-ാം തീയതി 10 മണിക്ക് അവർ ഞങ്ങൾ സൈൻ ചെയ്ത് കൊടുത്ത പത്രവും തിരികെ തന്ന് ബാലൻസ് കാശും വാങ്ങിച്ചിട്ട് പോയി. ഇപ്പം ആ വള്ളവും വലയും ഞങ്ങൾക്ക് സ്വന്തമാണ്. അതിനുശേഷം ആ വള്ളത്തിലൊന്നും പടൂല, മീനൊന്നും പടൂല. ഞാൻ ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഇങ്ങനെ നിയോഗം വെച്ച് ഞാൻ പോകുന്ന എല്ലാ ദിവസവും നഷ്ടമാണ്, എണ്ണയുടെ പൈസ പോലും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മധ്യസ്ഥ പ്രാർത്ഥന വെച്ച് ഇന്നലെ എൻ്റെ വള്ളം തിരികെ കരയ്ക്ക് അണച്ചപ്പോഴത്തേക്ക് 40,000 രൂപയ്ക്ക് മീനുണ്ടായിരുന്നു. ഞാൻ ഈ നിമിഷം അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. കാരണം എനിക്ക് ഓരോ പ്രശ്നം വന്ന് ഞാൻ കരയുമ്പോഴും എല്ലാവരും എന്നോട് വീട്ടിൽ പറയുന്നത്, നീ കരയേണ്ട ആവശ്യമില്ല, നീ അമ്മ മാതാവിനോട് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിനക്ക് കിട്ടുമെന്നാണ്. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി. സിസ്റ്റർ ക്രിസ്റ്റബൽ മേരി, പരിശുദ്ധ മാതാവിൻ്റെ വിമലഹൃദയത്തിൻ്റെ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. ഫ്രാൻസിസ്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഇമാക്കുലർ ഹാർട്ട് ഓഫ് മേരി, കൊല്ലം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ സഹോദരിമാരിൽ നിന്ന് തന്നെയാണ്. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വിവരിച്ചു കേട്ടു ദൈവത്തിന് നന്ദി പറഞ്ഞ് 2024 മെയ് മാസം അവസാനം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ വർക്ക് ചെയ്യുന്നത് USA-ലാണ്. ഉടമ്പടി പത്രവും ബാക്കി തിരികൾ, തൈലം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന മുടങ്ങാതെ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദൈവത്തിന് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ കൃപയും അനുഗ്രഹങ്ങളും ഒഴുകുന്ന ഈ വിശുദ്ധമായ സ്ഥലത്ത് വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചതിന് മാതാവ് വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഒരു വചനം ഇന്നെനിക്ക് കിട്ടിയത്, ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും, എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:8-9. എനിക്ക് വ്യക്തിപരമായി ലഭിച്ച അനുഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. 10-30 വർഷത്തോളം ടീച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്തു. അപ്പോഴേ USA-ൽ ഇപ്പോൾ ആയിരിക്കുമ്പോഴേക്കും പാസ്റ്റർ കെയർ, അതായത് രോഗികളായി മരിക്കാറായി കിടക്കുന്ന സഹോദരങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ അപകടത്തിലോ മറ്റ് ധാരണാവസ്ഥയിൽ കടന്നു വരുന്ന മക്കളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുക, ആശ്വസിപ്പിക്കുക, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആശ്വസിപ്പിക്കുക. അങ്ങനെയുള്ളൊരു ജോലിയെക്കുറിച്ച് ഞാൻ കേട്ടു. അത് എൻ്റെ മദർ ജനറലിനോട് ഞാൻ പറയുകയും മദർ എനിക്ക് അനുവാദം തരികയും ചെയ്തു. ആ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ എൻ്റെ സഭാധികാരികൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. അവിടെ ചെന്ന് എഡ്യൂക്കേഷനിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു ചലഞ്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വേണോ വേണ്ടായോ. ആദ്യത്തെ ഒരു കോഴ്സിന് ചെന്നപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത് എനിക്കുള്ളതാണെങ്കിൽ അമ്മേ മാതാവേ എനിക്കിതിൻ്റെ ഒരു അടയാളം കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ചെന്നു. ആദ്യമേ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ആരെങ്കിലും ചാര കളറിലുള്ളൊരു ഷർട്ട് ഇടുകയോ ഏതെങ്കിലും ഈ ഒരു നിറത്തിൽ, അമ്മയുടെ വസ്ത്രത്തിൻ്റെ നിറത്തിൽ എന്തെങ്കിലും ഒരടയാളം എനിക്കവിടെ കാണണം. അങ്ങനെ ഞാൻ കയറി ചെന്നു. ഒന്നാമത്തെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടേഴ്സിനൊക്കെ കൊടുക്കുന്നത് പോലെ ഒരു ഓവർകോട്ട് അവർ തരും. ആ കോട്ട് ഞാൻ സ്വീകരിച്ചത് മാതാവിൻ്റെ കളറിൻ്റെ നിറത്തിൽ, ആ കളറായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പം ഈ ചാര കളറൊക്കെ ഇട്ട് മാതാവിനെ എൻ്റെ മനസ്സിൽ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു 3 മാസം കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സാണ് റെസിഡൻസി കോഴ്സ് ചെയ്യുക എന്നുള്ളത്. അത് ഒരുപാട് സ്ഥലത്തു നിന്നും ആപ്ലിക്കേഷൻ വരും ഹോസ്പിറ്റലിൽ. നമുക്കത് കിട്ടണമെന്നില്ല. അമേരിക്കൻസാണ് കൂടുതലും. ഞാൻ പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് മാതാവിൻ്റെ ഒരു തരി ഉപ്പ് എടുത്ത് കൈപ്പിടിച്ചു വിശ്വാസപ്രമാണം ചൊല്ലി ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന 4 പേരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ആ ഉപ്പ് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ടേബിളിലിട്ടു പ്രാർത്ഥിച്ചു. പിന്നെ ഇൻ്റർവ്യൂവിന് ചോദിച്ച ക്വസ്റ്റ്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഉത്തരം പറയാനായിട്ട് മാതാവ് സഹായിച്ചു. അങ്ങനെ ഒരു 2 ആഴ്ച കഴിയുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഇമെയിൽ വന്നു. എൻ്റെ റെസിഡൻസി അവർ അക്സെപ്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഇന്നിപ്പോൾ ഇവിടുന്ന് തിരിച്ച് അടുത്ത ആഴ്ച പോകുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കും എന്ന് ദൈവകരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മ വഴി ഈശോ ചെയ്തു തന്ന ഈ ഒരു വലിയ അനുഗ്രഹത്തിന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, നന്ദി പറയുന്നു. രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ അച്ഛനാണ്. അച്ഛനും അവിടെ USA ഞങ്ങൾ ഒരു ഡയസിസിൽ തന്നെ. അപ്പോഴച്ഛൻ 2-3 പള്ളികളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് ഇപ്പം വേറൊരു പള്ളിയിലേക്ക് പോയി, ട്രാൻസ്ഫറായി. അവിടെ ചെന്നപ്പോൾ അവിടെ അവർക്ക് സെക്രട്ടറിമാരുണ്ടല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായിട്ട്. അപ്പം ഇവർ 24 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഓഫീസിൽ ഒരുപാട് അച്ഛന്മാർ ആ ഓഫീസിലൂടെ പള്ളിയിൽ ഇടവകയിൽ കടന്നുപോയി. അച്ഛൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യൻസ് അല്ലേ, അവർ നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അച്ഛൻ അവിടെ ഇച്ചിരി അധികം ബുദ്ധിമുട്ടുണ്ടായി. അച്ഛൻ്റെ ജോലികൾ മുന്നോട്ട് പോകാനായിട്ട് വളരെ ഇച്ചിരി തടസ്സങ്ങളൊക്കെ ഉണ്ടായി. സ്ട്രഗിളായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ഉപ്പ് കൊണ്ടുപോയി അച്ഛൻ്റെ റെക്ടറിയിലെ 4 ഇറ്റും വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ മാതാവിൻ്റെ ഒരു രൂപം അവിടെ കൊണ്ടുപോയി അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാതാവിനെ നോക്കി നിങ്ങൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, മാതാവ് അത്ഭുതം ചെയ്യും, ഉറപ്പാണ്. അങ്ങനെ ഒരു വിശ്വാസം അച്ഛന് കൊടുത്തു. അച്ഛൻ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ആരും പറയാതെ തന്നെ ഈ വ്യക്തി റെസിഗ്നേഷൻ എഴുതി കൊടുത്തു, റിസൈൻ ചെയ്യുകയാണ്, അവിടെ നിന്ന് പോവുകയാണ്. പുള്ളിക്ക് വേറൊരു ജോലി കിട്ടി. അങ്ങനെ പോയി. അപ്പോൾ ഈ വ്യക്തി മാത്രമല്ലായിരുന്നു ആ സ്കൂളിൽ, അവിടെ സ്കൂളുണ്ട്, സ്കൂളിലെ പ്രിൻസിപ്പളും അതേ ഒരു മനോഭാവത്തോടു കൂടിയായിരുന്നു. പക്ഷേ മാതാവെല്ലാം ക്രമീകരിച്ചു. ആ വ്യക്തിയും റെസിഗ്നേഷൻ എഴുതി കൊടുത്ത് പോയി. അത്ഭുതം എന്നേ പറയത്തുള്ളൂ. ആ ഓഫീസിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും പറഞ്ഞു, ഇതെങ്ങനെ സംഭവിച്ചു? അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. കാരണം നമുക്ക് വേണ്ടി ഇന്ത്യയല്ല, നമ്മുടെ വീടല്ല, ഇന്ത്യയല്ല, അമേരിക്കയല്ല, ലോകത്തിലെവിടെയും പരിശുദ്ധ അമ്മ കടന്നു വന്ന്, സഞ്ചാരി മാതാവ് കടന്നു വന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആ ഒരു വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ആണ്. ഞാൻ 2024 സാക്ഷ്യം എടുത്തുകൊണ്ട് പോയി, ഉടമ്പടി എടുത്തിട്ട് പോയി, USA തിരിച്ചു പോയി. ഒരു 3 മാസം 90 ദിവസം ആകുന്നതിന് മുൻപേ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് അമ്മയ്ക്കൊരു അറ്റാക്ക് വന്നു, അമ്മ ഹോസ്പിറ്റലിലാണ്, സീരിയസ് ആണ്. അപ്പോഴും നമുക്ക് അവിടെ നിന്നുകൊണ്ട് വീഡിയോയിലൂടെയൊക്കെ കാണാനല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ വിചാരിച്ചു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് 90 ദിവസം ആയിട്ടില്ല, ഇത് മാതാവിൻ്റെ ഒരു സാക്ഷ്യത്തിന് വേണ്ടി മാതാവ് ഇത് ചെയ്യുന്നതാണെന്ന് ഞാൻ മനസ്സിൽ പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഫോണിൽ എനിക്ക് അമ്മയെ കാണാൻ പറ്റും, ക്യാമറയിലൂടെ കാണാം, അല്ലെങ്കിൽ വീഡിയോ വിളിച്ച് അമ്മയുടെ കൊടുത്തിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു. തൈലം എടുത്ത് അമ്മയുടെ നെറ്റിക്ക് ഞാൻ ഈ ഫോണിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി. അങ്ങനെ വേറൊരു കാര്യം കൂടെ ചെയ്തു. ഞാൻ തിരിച്ച് അമ്മയ്ക്ക് സീരിയസ് ആയിട്ടെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചിവിടെ വന്നതിൻ്റെ പിറ്റേന്നാണ് ഇവിടെ ജപമാല റാലി നടക്കുന്നത്. അമ്മയെ എടുത്ത് വീട്ടിൽ ബാഗെല്ലാം വെച്ച് അമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ജപമാല റാലിക്ക് ഇറങ്ങി. എന്തായാലും വരട്ടെ, റാലിക്ക് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ജപമാലയിൽ പങ്കെടുത്തു. എൻ്റെ കയ്യിലിരുന്ന നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന മാതാവിൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു.
എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായപ്പോൾ അമ്മ ഇങ്ങനെ ഒരു മാതിരി കോമ സ്റ്റേജിൽ, എന്ന് വെച്ചാൽ നമ്മളെ ആരെയും അറിയത്തില്ല, സംസാരിക്കത്തില്ല, ഭക്ഷണം ട്യൂബിലൂടെ, അങ്ങനെ ഓർമ്മയില്ല, ഒന്നുമില്ല, ഞാൻ ആരാന്ന് ചോദിച്ചാൽ പറയത്തില്ല. അങ്ങനൊരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് എൻ്റെ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഞാൻ മൊബൈലിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോഴ് 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നല്ല ബെറ്ററായി. അമ്മ സംസാരിക്കാൻ തുടങ്ങി. അമ്മ ആഹാരം ട്യൂബിലല്ലാതെ തന്നെ കഴിക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ഓർമ്മയുണ്ട്, കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. നന്നായിട്ട് സംസാരിക്കും. അമ്മ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു, കാരണം അമ്മ ബെഡിലാണ്. അങ്ങനെ എങ്കിലും ആ ഒരു നല്ലൊരു നോർമൽ സ്റ്റേജിലേക്ക് അമ്മ കടന്നു വന്ന്. അത് ഈ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ്. നമ്മൾ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും വിശ്വാസപ്രമാണയും വിശ്വാസത്തോടു കൂടി തന്നെ അങ്ങ് ചൊല്ലുമ്പോഴത്തേക്കും മാതാവ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ പ്രാർത്ഥന മാതാവ് ഇവിടെ കേട്ടു. അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരി ഇവിടെ ഉണ്ട്. ഇവരെല്ലാവരും ഉടമ്പടി എടുത്ത്, പലരും ഉടമ്പടി എടുത്ത് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ ഒരു വലിയ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ സന്തോഷത്തോടെ ആ സാക്ഷ്യം പറയുകയാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങളിലേക്ക് വർഷിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്താൽ, ഞാൻ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് പത്രം അങ്ങ് കൊണ്ടുപോയി. അത് ഞാൻ പ്രഷ്യസായിട്ട് കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, അമേരിക്കൻസ് ആരെങ്കിലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ചോദിക്കുമ്പോൾ എന്തെങ്കിലും രോഗമാണ്, പ്രശ്നമാണെന്ന് പറയുമ്പോൾ ഈ പത്രം ഞാൻ അവരെ കൊടുത്തിട്ട് ഞാൻ പറയും, ഇത് മൊത്തം വായിക്കണം, വിശ്വാസത്തോടെ വായിക്കണം, വിശ്വസിക്കണം. ഇതേപോലെ ഞങ്ങളുടെ നാട്ടിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞ് അങ്ങനെ പലരും ഈ പത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി മാതാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു അവിടെ. പിന്നെ ഓൺലൈനിലൂടെ അവർക്ക് ഇംഗ്ലീഷ് ഓൺലൈൻ ഉടമ്പടി എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുപ്പിക്കുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ രോഗികളെ സന്ദർശിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും പാവങ്ങളെ സഹായിക്കാനും, പ്രത്യേകിച്ച് ഇച്ചിരി എന്തെങ്കിലും പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് പാവങ്ങളെ, രോഗികൾക്ക് പ്രത്യേകമായിട്ടും രോഗികളെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന ജോലി, ഈ ഏറ്റവും ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലുള്ള മക്കളെ ആശ്വസിപ്പിക്കുക, സഹായിക്കുക എന്നുള്ള ജോലി. അതെനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ടത്. അവിടെ ചെന്ന് എനിക്ക് കിട്ടി. സേവനം ചെയ്യാൻ മാതാവിനെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം ആത്മീയ ജീവിതം അറിയാമല്ലോ, ഞാനൊരു സിസ്റ്ററാണ്. എല്ലാ ദിവസവും ദിവ്യബലി, ജപമാല, കമ്മ്യൂണിറ്റി പ്രാർത്ഥന, കുമ്പസാരം, എല്ലാ കാര്യങ്ങളും മുറ പോലെ നടന്നു പോകുന്നു, അതിൽ വളരുന്നു. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കോൺസെൻട്രേറ്റഡ്, ഈശോയ്ക്ക് നമ്മൾ സമർപ്പിതരാണ് മാതാവ് വഴി. എങ്കിലും ഉടമ്പടിയിലെ നിബന്ധനകൾ നമ്മൾ വായിക്കും തോറും നമ്മളൊന്നും കൂടെ പുതുക്കുകയാണ്. അപ്പോൾ ഇനിയും കുറച്ചുകൂടി വിശ്വസ്തമായിട്ട്, കുറച്ചുകൂടി ആത്മീയമായിട്ട് വളരണം. നമ്മളാരും പരിപൂർണരല്ലല്ലോ. ഇത് നമുക്ക് ഉടമ്പടി നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. കുറച്ചുകൂടി വളരണം, കുറച്ചുകൂടി ആത്മീയയിൽ വളരണം, ദൈവത്തിന് സാക്ഷിയാകണം എന്ന് നമ്മുടെ ഈ ഉടമ്പടി സഹായിക്കുന്നുണ്ട്. മാതാവ് വഴി ഈശോ ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ. നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. 2 Corinthians chapter 12 verse 9. നമ്മുടെ ഓരോ വഴികളിലും അടഞ്ഞ വഴികൾ തുറന്നു നൽകുകയും തുറന്ന വഴികൾ അടച്ചു തരികയും തരുന്ന ഒരമ്മയാണ് സഞ്ചാരി മാതാവ്. പ്രാർത്ഥിക്കുന്ന എന്ത് കേൾക്കുന്ന ഒരമ്മ, കൃപാസന അമ്മ. ദൈവം ലോകത്തിന് നൽകിയ ഒരമ്മയാണ് കൃപാസന അമ്മ. കൊച്ചുമക്കൾ അമ്മയോട് പറയുന്നത് പോലെ തന്നെയാണ്. ഓരോ കാര്യവും അമ്മയോട് ചെന്ന് പറയുമ്പോൾ അമ്മ ഏറ്റെടുത്ത് നടത്തുകയാണ്. അങ്ങനെ ആ കാര്യവും അമ്മയുടെ ഇടപെടലിലൂടെ ക്രമീകരിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അമ്മയുടെ കാര്യമാണ്. സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതും ജപമാല റാലിക്ക് വരികയും അറ്റൻഡ് ചെയ്ത് പോവുകയും പിന്നീട് അമ്മയെ മൊബൈലിൽ വീഡിയോ കോളിൽ വിളിച്ചിട്ട് മൊബൈലിൽ അമ്മയുടെ നെറ്റിയിൽ സിസ്റ്റർ തൈലം തേച്ച് USA നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പെട്ടെന്നുള്ള അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയും അമ്മ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുകയും ചെയ്തത്. സിസ്റ്ററുടെ ജീവിതത്തിൽ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ പത്രം കൊണ്ടുപോയി USA കൊണ്ടുപോയി
അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ആ തീഷ്ണത പത്രം കൊണ്ട് മറ്റുള്ളവർക്ക് സ്വന്തം അനുഭവം എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തുകൊണ്ടാണ് വിശ്വാസത്തോടെ വായിക്കണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അമ്മയെ പറ്റി ഇന്ത്യയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ കൃപാസനം അമ്മയെപ്പറ്റി പറഞ്ഞാണ് സിസ്റ്റർ പത്രം കൊടുക്കുന്നത്. കാരുണ്യ പ്രവൃത്തികളും ജീവിതത്തിലെ അന്ത്യയാത്രയ്ക്കുള്ള ആ യാത്ര സമയത്ത് ആ അവസാന നിമിഷങ്ങളിൽ സഹായിക്കാനുള്ള ആ സന്നദ്ധ സിസ്റ്ററിന് കാട്ടിയ അത് ആരുമില്ലാത്ത ഒന്നുമില്ലാത്ത ആ സമയത്ത് സിസ്റ്റർ അവരുടെ കൂടെ നിന്ന് അവരോട് ദൈവത്തെപ്പറ്റി പറയുവാനും അവരെ നല്ല രീതിയിൽ ഒരു നിത്യതയിലേക്ക് നയിക്കുവാനുള്ള ആ കൃപ സിസ്റ്ററിന് ലഭിക്കുകയും അങ്ങനെ ഒരു ഫീൽഡ്, അതായത് മെഡിക്കൽ ഫീൽഡ് ചൂസ് ചെയ്യാനായിട്ട് ഈശോയും അമ്മയും സിസ്റ്ററിനെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഡെഡിക്കേറ്റഡ് ഓൾറെഡി വി ആർ കോൺസെക്രേറ്റഡ് ആണ്, പക്ഷെങ്കിൽ ഉടമ്പടി വഴി വി ആർ മോർ കോൺസെക്രേറ്റഡ്, മോർ ഡെഡിക്കേറ്റഡ്, മോർ ലവിങ്. അതുപോലെ തന്നെ ഈ സിസ്റ്റർ കൂടുതൽ ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഒരു ഉണർവോട് കൂടി സ്പിരിച്വൽ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ഉണർവാണ്, ഒരു പുതിയ ന്യൂനെസ്, ഒരു റിന്യൂവലാണ് സിസ്റ്ററിന് ലഭിച്ചത്. ആ റിന്യൂവലോട് കൂടിയാണ്, ആ പുത്തൻ ആത്മീയതയിലൂടെയാണ് സിസ്റ്റർ സഞ്ചരിച്ചിരിക്കുന്നത്. ഓൾറെഡി നമുക്ക് എല്ലാവരും കോൺസെക്രേറ്റാണ്, വി ആർ കോൺസെക്രേറ്റഡ് പീപ്പിൾ, but then it is more than that. It's a renewal period when we are in Udambadi. So during the Udambadi time, we are more spiritually renewed. And with this spirit, sister, പുതിയ ജോലിക്കായിട്ട് പോവുകയാണ്. We wish sister all the best and we continue to pray for you. ആൻഡ് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ചും സിസ്റ്ററിൻ്റെ കൂടെ നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ച എല്ലാ വിശ്വാസ പ്രയോഗത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാൻ